ജെൻസി വിദ്യാർത്ഥികളുടെ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ജെൻ ആൽഫ തലമുറയും സമരരംഗത്ത്. ഉത്തർപ്രദേശിലെ ഫത്തേപൂരിലെ സർവോദയ ഇന്റർ കോളേജിനു മുന്നിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. വൈദ്യുതി, ശുദ്ധജലം, വായുസഞ്ചാരമുള്ള ക്ലാസ് മുറികൾ, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, കായിക സൗകര്യങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യം. പരീക്ഷാ നടത്തിപ്പിലെയും ചോദ്യപേപ്പർ ചോർച്ചയിലെയും വീഴ്ചകൾക്കെതിരെ രാജ്യവ്യാപകമായി ജെൻസി വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധങ്ങൾ അടുത്തിടെയാണ് വലിയ വാർത്തയായത്. എന്നാൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മറ്റൊരു തലമുറയാണ്. ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സമരരംഗത്തിറങ്ങിയിരിക്കുന്നത് ജെൻ ആൽഫ തലമുറയിലെ കുട്ടികളാണ്. സാധാരണയായി 2013 മുതൽ 2020കളുടെ മധ്യം വരെ ജനിച്ചവരെയാണ് ജെൻ ആൽഫ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവരാണ് ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഉത്തർപ്രദേശിലെ ഫത്തേപൂർ ജില്ലയിലെ കിഷൻപൂരിലുള്ള സർവോദയ ഇന്റർ കോളേജിനു മുന്നിലായിരുന്നു ശ്രദ്ധേയമായ പ്രതിഷേധം അരങ്ങേറിയത്. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ സ്കൂൾ ഗേറ്റിനു മുന്നിൽ ഒത്തുകൂടി മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തിക്കാട്ടുകയും ചെയ്തു. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ചിത്രങ്ങളും പല വിദ്യാർത്ഥികളും കയ്യിൽ കരുതിയിരുന്നു. വൈദ്യുതി, ശുദ്ധമായ കുടിവെള്ളം, ക്ലാസ് മുറികളിൽ ആവശ്യമായ വായു സഞ്ചാരം, മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയാണ് വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യങ്ങൾ. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നാണ് അവരുടെ പരാതി. സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബും ലൈബ്രറിയും കായിക സൗകര്യങ്ങളും ഇല്ലെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട്. ചില ക്ലാസ് മുറികളിലെ സീലിംഗ് ഫാനുകൾ സുരക്ഷിതമല്ലെന്നും അവയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഇതോടൊപ്പം പ്രവേശന സമയത്ത് അനധികൃതമായി പണം ഈടാക്കുന്നുവെന്നും മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ ലഭിക്കുന്നതിനും പണം ആവശ്യപ്പെടുന്നുവെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ഈ പ്രശ്നങ്ങൾ മാസങ്ങളായി ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരമുണ്ടായില്ലെന്നാണ് അവരുടെ വാദം. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോകളിൽ വിദ്യാർത്ഥികൾ സ്കൂൾ അധികൃതർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നതും വിവിധ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതും വ്യക്തമായി തന്നെ കാണാം. വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ പോലും തങ്ങളുടെ അവകാശങ്ങൾക്കായി സംഘടിതമായി രംഗത്തെത്തിയ കാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചത്. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് സമരത്തിൽ പങ്കെടുത്തത്. പ്രതിഷേധം ശക്തമായതോടെ സ്കൂളിന്റെ പതിവ് പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടു. ആദ്യം സ്കൂൾ പ്രിൻസിപ്പൽ ലാൽ ബഹദൂർ സിംഗും കിഷൻപൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മനീഷ് സിംഗും വിദ്യാർത്ഥികളെ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആവശ്യങ്ങളിൽ ഉറച്ചുനിന്ന വിദ്യാർത്ഥികൾ സമരം തുടരുകയായിരുന്നു. ഒടുവിൽ ഉച്ചയോടെ ജില്ലാ ഇൻസ്പെക്ടർ ഓഫ് സ്കൂൾസ് രാകേഷ് കുമാർ സ്കൂളിലെത്തി വിദ്യാർത്ഥികളുമായി നേരിട്ട് ചർച്ച നടത്തി. ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ പെട്ടെന്ന് ആരംഭിക്കുമെന്ന് രേഖാമൂലം ഉറപ്പു നൽകിയതോടെയാണ് വിദ്യാർത്ഥികൾ സമരം അവസാനിപ്പിച്ചത്. ഈ പ്രതിഷേധം ഒരു സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നം മാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കും രാജ്യത്തിന്റെ ശ്രദ്ധ തിരിക്കുകയാണ്. അവകാശങ്ങൾക്കായി സമാധാനപരമായി ശബ്ദമുയർത്തിയ ജെൻ ആൽഫ വിദ്യാർത്ഥികളുടെ ഈ പ്രതിഷേധം ഇപ്പോൾ രാജ്യവ്യാപകമായി ശ്രദ്ധ നേടുന്നു.